ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇളയമയായ എലിസബത്തിനെ മാതാവ് സന്ദർശിച്ചപ്പോൾ എലിസബത്ത് പറഞ്ഞ വചനങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുക. മാതാവ് അനുഗ്രഹീതയാണ്, മാതാവിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമെന്ന് എലിസബത്ത് പറയുകയാണ്. മാതാവിനെ വിശേഷിപ്പിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നാണ്. ഇന്ന് തിരുസഭയിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ ആചരിക്കുകയാണ്. കർത്താവിൻ്റെ അമ്മയാകാനുള്ള ഭാഗ്യം മാതാവിന് ലഭിച്ചു എന്നുള്ളത് വലിയ മഹത്തായ ഒരു കാര്യം തന്നെയാണ്. അതിന് അവളെ അർഹയാക്കിയത് എന്താണെന്ന് മാതാവിൻ്റെ പ്രകീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അതുമാത്രമല്ല, ഈശോ പറയുന്നുണ്ട് മാതാവ് ദൈവത്തിൻ്റെ അമ്മയാകാൻ കാരണം എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവനാരോ അവരാണ് എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി. മാതാവ് ദൈവത്തിന് മുമ്പിൽ താഴ്മയോടെ നിന്നു. അവിടുത്തെ ഇഷ്ടം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞനുസരിച്ചു. നാമും ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ എളിമയോടെ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. നമ്മളും അനുഗ്രഹിക്കപ്പെടും. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മേ ദൈവമാതാവേ, ഇന്നത്തെ വചനങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ മനോഹരമായ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.